In this part, we are going to discuss models of directing. ഈ ഡയറക്ടിങ്ങിന്റെ മോഡൽസ് തന്നെ നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്നുള്ള ഒരു ഹെഡിങ്ങിന് അണ്ടറിലും പഠിക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ 6 മോഡൽസ് ഓഫ് ഡയറക്ടിങ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഓട്ടോക്രാറ്റിക് മോഡൽ. യു ഓൾ നോ വാട്ട് ഇസ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റി എന്ത് ചെയ്യും? എല്ലാ ഡെസിഷൻസും എടുക്കും, നമ്മൾ അത് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഓട്ടോക്രാറ്റിക് ലീഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് തരും. നിങ്ങളൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ ദ മാനേജർ ഹി ഓർ ഷീ ഹിംസെൽഫ് മേക്സ് ഡെസിഷൻസ്. അതിനെയാണ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. They gives orders and expects subordinates to obey those orders. Employees ആ ഓർഡേഴ്സ് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? എക്സ്പെക്ട് ചെയ്യും. ഇപ്പം ഇവിടെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഒരാൾ മറ്റാൾക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ, ടോപ്പ് ടു ബോട്ടം. ഒരിക്കലും ബോട്ടം ടു ടോപ്പ് സജഷൻസും കാര്യങ്ങളൊന്നും ഈ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിലോ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് മോഡലിലോ ഉണ്ടാവുന്നില്ല. എംപ്ലോയീസ് ആർ എക്സ്പെക്ടഡ് ടു ഫോളോ ഇൻസ്ട്രക്ഷൻ വിത്തൗട്ട് ക്വസ്റ്റ്യനിങ്. ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഫോളോ ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് റിക്വയറിംഗ് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കണം. ഭയങ്കര സ്ട്രിക്ട് ഡിസിപ്ലിൻ, മിലിറ്ററി ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ എംപ്ലോയീസ് ലാക്ക് നെസസറി സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്, അതായത് താഴെയുള്ള ആൾക്കാർക്കൊന്നും പ്രത്യേകിച്ച് അറിയില്ല. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഈ കൈൻഡ് ഓഫ് മോഡൽ യൂസ് ചെയ്യാം. എക്സാമ്പിൾ, എ മിലിറ്ററി കമാൻഡർ ഗിവിംഗ് ഓർഡേഴ്സ് ഡ്യൂറിംഗ് എ മിഷൻ. അവിടെ നമുക്ക് തിരിച്ചൊന്നും പറയാനും ചോദിക്കാനും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്, അതായത് ഈ ലീഡർ എല്ലാ ഡിസിഷനും എടുക്കും, സബോർഡിനേറ്റ്സ് ഫോളോ ചെയ്യണം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട് ഒബ്വിയസ്ലി, അതായത് ലീഡറാണ് ഓവറോൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയീസ് വർക്ക് മാത്രമാണ് ചെയ്യേണ്ടത്. ആൻഡ് ദർ ഇസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇൻഫർമേഷൻ ഫ്ലോ എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദ അഡ്വാൻറ്റേജസ് ആർ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സഹായിക്കും, അതായത് പെട്ടെന്ന് ഡിസിഷൻസ് ഒക്കെ എടുത്ത് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ടാവും, ഓരോരുത്തർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇപ്പൊ ടോപ്പ് മാനേജർ ആണെങ്കിൽ അയാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, താഴെയുള്ളവരാണെങ്കിൽ വർക്ക് ചെയ്യണം. അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാവും അവർ ചെയ്യേണ്ട കാര്യത്തിന്. ആൻഡ് ഓൾസോ ഇഫക്റ്റീവ് ഫോർ ഇൻഎക്സ്പീരിയൻസ് ടീംസ്, അതായത് പ്രോപ്പർ സ്കില്ലും എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാരുടെ കേസിലും ഇത് ഓക്കെയാണ്. ബട്ട് ദർ ആർ സെവറൽ ഡിസഡ്വാൻറ്റേജസ് ടു. ലോ മൊറൈൽ, അതായത് ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യും? ഡിപ്പെൻഡന്റ് ആയിരിക്കും, ലീഡറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൾക്കാർക്ക് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി, മൊറൈൽ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഹൈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അവര് എന്ത് ചെയ്യും? ലോ എംപ്ലോയി മൊറൈൽ ആൻഡ് ഹൈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് യൂഷ്വലി ഭയങ്കര സ്ട്രിക്റ്റ് എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ ഓർഗനൈസേഷൻ വിട്ടു പോകാനുള്ള ചാൻസും ഉണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഓട്ടോക്രാറ്റിക് മോഡൽ. ഓട്ടോക്രസിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ടോപ്പിൽ ഒരു ലീഡർ ഉണ്ടാവും, ആ ലീഡർ എന്ത് ചെയ്യും? എല്ലാ ഡെസിഷൻസും എടുക്കും, സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യണം? എല്ലാതും കേൾക്കണം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ദിസ് ഇസ് ഓൾ അബൌട്ട് ഓട്ടോക്രാറ്റിക് മോഡൽ. Type of model ആണ് democratic model. We know what is democracy. India is the largest democratic country in the world. ഇപ്പൊ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അവിടെ ഓട്ടോക്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണുള്ളത്? ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കും എല്ലാത്തിലും ഒരു സേ ഉണ്ട്, നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റും. മാനേജറാണ് ഫൈനലായിട്ട് തീരുമാനിക്കുക, പക്ഷെ അയാൾ എന്ത് ചെയ്യും? ഐഡിയാസും ഫീഡ്ബാക്കും ഒക്കെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് എടുക്കും. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് കൊളാബറേഷൻ. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കൊളാബ് കണ്ടിട്ട്, എന്താ കൊളാബറേഷൻ? ഒരുമിച്ച് ജോയിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, അതുപോലെ തന്നെ അവർക്ക് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടാവും. അതായത് നമ്മുടെ കൂടെ ഫേം ആണ്, നമ്മുടെ കൂടെ ബിസിനസ് ആണ്, നമ്മുടെ കൂടെ ഓർഗനൈസേഷൻ ആണെന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവും. ഇവിടെ യൂഷ്വലി ഇത് വർക്ക് ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, കുറച്ച് ആക്റ്റീവായി നിൽക്കുന്ന എംപ്ലോയീസിന്റെ ഇടയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല, തിരിച്ചൊന്നും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങളുടെ പാർട്ട്നൊന്നും അവിടെ വരുന്നില്ല. ആ സമയത്ത് അവിടെ ഒരു ഡെമോക്രാറ്റിക് മോഡൽ ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നും കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു, കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു,
അങ്ങനെ കുറച്ച് മോട്ടിവേറ്റഡ് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഡെമോക്രസി നല്ലത്. എക്സാമ്പിൾ, എ മാനേജർ ഹോൾഡിംഗ് എ ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ വിത്ത് ദ ടീം ടു സോൾവ് എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സെഷൻ, ഒരു ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ വെക്കുന്നു മാനേജർ. അപ്പം ആൾക്കാർ എന്ത് ചെയ്യും, ആ സെഷന്റെ ബ്രെയിൻ സ്ട്രോമിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എംപ്ലോയീസ് അവരുടെ കൺസേൺസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, മാനേജറായിട്ട് ഡിസ്കസ് ചെയ്യും, സൊല്യൂഷൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു സെഷൻ ഡെമോക്രാറ്റിക് മോഡലിന്റെ എക്സാമ്പിൾ ആണ്. ഫീച്ചേഴ്സ് വി ഓൾ ഹാവ് ഓൾറെഡി സ്റ്റഡി. ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് നമ്മൾ ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പും ഫീഡ്ബാക്കും. നമ്മൾ മാനേജർ എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എംപ്ലോയീസിന്റെ കാര്യങ്ങളും കൂടെ കണക്കിലെടുത്ത് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യും. ആൻഡ് ഇവിടെ കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്, അതായത് എല്ലാവരും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഡിസിഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ റെസ്പോൺസിബിലിറ്റിയും ഷെയർ ചെയ്യും. ഈ ഓട്ടോക്രാറ്റിക് മോഡലിൽ ടോപ്പ് മാനേജർ ആയിരിക്കും റെസ്പോൺസിബിൾ, ഇവിടെ റെസ്പോൺസിബിലിറ്റി ടീമിന്റെ ഉള്ളിൽ ഷെയർ ചെയ്യും. ആൻഡ് അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ആൾക്കാർക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കും, അവരുടെ മൊറയിൽ കൂടും, നന്നായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടും. കാരണം എംപ്ലോയീസും അവിടെ എന്ത് ചെയ്യുന്നത്, ഒപ്പീനിയൻ പറയുന്നുണ്ട്. അപ്പൊ ഇറ്റ് ബൂസ്റ്റ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് മൊറൈൽ ആൻഡ് ദേ വിൽ ഹാവ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ബിലോങ്ങിങ്. ഇത് എന്റെ ഓർഗനൈസേഷൻ ആണ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, എല്ലാവരുടെ ഒപ്പീനിയൻ ചോദിച്ചു വരുമ്പോഴേക്കും സമയം ഒരുപാടാവും. ആൻഡ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ റോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ സമയവും ഡെമോക്രാറ്റിക്കലി ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം വരില്ല ഡെമോക്രസിയിൽ. ചില സമയത്ത് ഒരു റോൾ ലാക്ക് ഓഫ് ആംബിഗസ് ആയിരിക്കും, അതായത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ആയിരിക്കും ഇവിടെ. ഓരോരുത്തർ എല്ലാവരും ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഓവർ ഡെമോക്രാറ്റിക് ആയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, now the next model is laissez-faire model. laissez-faire model എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മോഡൽ മാനേജർ എന്ത് ചെയ്യും, എല്ലാവരെയും ഫ്രീ ആക്കും, കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. ലേസസ് ഫെയർ, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ലേസിനെസ്. കംപ്ലീറ്റ് ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഡിസിഷൻ എടുക്കാൻ, എല്ലാവർക്കും മാനേജ് ചെയ്യാൻ. അതായത് ദ മാനേജേഴ്സ് റോൾ ജസ്റ്റ് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും കൂടുതൽ മാനേജർ അവിടെ പറയില്ല. പക്ഷെ ഇത് യൂഷ്വലി സ്യൂട്ടബിൾ ആവുന്നത് സ്കില്ലായിട്ടുള്ള ആൾക്കാരും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് ചേരുമ്പോൾ മാത്രമാണ് ഇത് യൂഷ്വലി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ, ടീം ഓഫ് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്കിംഗ് ഓൺ എൻ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ്. എല്ലാവരും നല്ല സീനിയേഴ്സ് ആണ്, എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അവരൊരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡൽ സത്യം പറയുകയാണെങ്കിൽ കൊളാവും. അപ്പം കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡലാണ് ലേസസ് ഫെയർ മോഡൽ. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓഫ് അപ്രോച്ച്, അതായത് നമ്മൾ ഹാൻഡ്സ്, കൈ എന്ത് ചെയ്യില്ല, കൈ ഉപയോഗിക്കില്ല, കൈ എവിടെ വെക്കും. അതായത് ലീഡിൽ കൈ ഉപയോഗിക്കില്ല. കൈ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കില്ല, കുറച്ച് ഡയറക്ഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ആൻഡ് ഓട്ടോണമി കൂടുതലാണ്. നമുക്കറിയാം ഓട്ടോണമസ് കോളേജസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അവർക്ക് നല്ല അധികാരമുണ്ട്, അവർക്ക് ദേ ക്യാൻ ഡിസൈഡ് ദെയർ ഓൺ വേ ടു ഡു വർക്ക്. ആൻഡ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യും, കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പം ഡിസിഷൻ മേക്കിംഗ് റോൾ തന്നെ ടോപ്പ് മാനേജേഴ്സ് എടുക്കണം എന്നില്ല, മിഡിൽ ലെവൽ ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ ലോവർ ലെവലിലും എടുക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കും, എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് തന്നെ റെസ്പോൺസിബിലിറ്റിയും ഓണർഷിപ്പ് ഒക്കെ തോന്നിയിട്ട് നമ്മൾ തന്നെ ഗ്രോ ചെയ്യും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യും. ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കൂടുതൽ നല്ലത് സ്കിൽഡ് ടീംസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ആയിട്ടൊക്കെ ഇത് നല്ലതാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദി ഹാവ് ഡിസഡ്വാൻറ്റേജസ് സച്ച് ആസ് പുവർ കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. ഓരോരുത്തർക്കും ഡിസിഷൻ എടുക്കാം, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യും. സോ ദർ ഇസ് നോ കൈൻഡ് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓട്ടോക്രസിയിലൊക്കെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ടോപ്പ് ടു ബോട്ടം, ഡെമോക്രസിയിൽ ടോപ്പ് ടു ബോട്ടവും ബോട്ടം ടു ടോപ്പും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഇങ്ങനെ പോകും, ചിലപ്പോൾ ഇങ്ങനെ പോകും, ഓരോ വേയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ആൻഡ് ഓൾസോ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതായത് നമ്മൾ ഒരു പ്രോപ്പർ അവിടെ അതോറിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ അഥവാ വർക്ക് ചെയ്തില്ലെങ്കിലും വർക്ക് ചെയ്താലും ഒക്കെ ആരും ആരെയും കുറ്റം പറയാനും ആരും ആരെയും കുറിച്ചും കൺസേണും ആവില്ല. Thus, these are the various features, advantages and disadvantages of laissez-faire model. ഇപ്പൊ ഈ പാട്ടിൽ നമ്മൾ 3 മോഡൽ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ഓട്ടോക്രാറ്റിക്. ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ ലീഡർ ഉണ്ടാവും, ലീഡർ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യും,
one-way communication, leader to the subordinates. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ലീഡർ ഉണ്ടാവും, സബോർഡിനേറ്റ്സ് ഉണ്ടാവും, ടു-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അവിടെ. പിന്നെ ലീഡർ ഡിസിഷൻ മേക്കിംഗ് ലീഡേഴ്സ് തന്നെയാണ്, പക്ഷെ എംപ്ലോയീസിനെയും കൂടെ ഒപ്പീനിയൻസ് എടുക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലേസി ഫെയർ മോഡൽ എന്ന് പറഞ്ഞാൽ ലേസിനെസ് ആലോചിച്ചാൽ മതി. എല്ലാ ലീഡറും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനൊന്നും എടുക്കില്ല, എല്ലാ ഡിസിഷൻസ് എടുക്കാൻ സകല ഫ്രീഡവും ആർക്ക് കൊടുക്കും? എംപ്ലോയീസിന് അഥവാ സബോർഡിനേറ്റ്സിന് കൊടുക്കും. ദിസ് ഇസ് ലേസി ഫെയർ മോഡൽ.